ഹലോ ഹായ് എവരിവൺ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സാമാണ് നമ്മുടെ കാറ്റഗറി നമ്പർ 571/2025 വില്ലേജ് ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ആദ്യം ഒരു ഘട്ടമായിട്ടായിരിക്കും എക്സാം നടത്തുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അങ്ങനെയല്ല, 3 ഘട്ടമായിട്ടാണ് എക്സാം നടത്തുന്നത് അല്ലേ. സോ ആ എക്സാം ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ ഒന്നും കൂടി അറിഞ്ഞിരിക്കുക. കാരണം സെപ്റ്റംബർ 19 ശനിയാഴ്ചയാണ് തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകൾക്ക് എക്സാം. അതേപോലെ 17 ഒക്ടോബർ 17 ശനിയാഴ്ചയാണ് ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകൾക്ക് എക്സാം വരുന്നത്. അതേപോലെ ഫേസ് 3 ആയിട്ട് വരുന്നത് ഒക്ടോബർ 31 അല്ലെ, അതും ശനിയാഴ്ച തന്നെയാണ്. അന്നാണ് എറണാകുളം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ. ഇങ്ങനെ 3 ഫേസസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് വില്ലേജ് ഫീൽഡ് ടെസ്റ്റിന്റെ എക്സാം നടക്കുക. അപ്പോൾ ഇനി ഏത് ഫേസ് എടുത്താലും ഇനി നമ്മളുടെ മുന്നിൽ എന്തേ ഉള്ളൂ, കുറച്ച് മാത്രമേ എന്തുള്ളൂ, പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഉള്ളൂ. സോ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടി മികച്ചതാക്കുക. സോ ഇനി അത് മികച്ചതാക്കാൻ വേണ്ടിയുള്ള ടിപ്സ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ ഇനിയും എന്ത് ചെയ്യരുതാ, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ പിന്നോട്ട് പോവാണ്, അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്. എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഒന്ന് ബൂസ്റ്റ് ചെയ്തോ. കാരണം ഒറ്റ പരീക്ഷ ഉള്ളടാ, നേടിയെടുത്താൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ജോലിയിലേക്ക് കയറാം. പ്രിലിംസോ മെയിൻസോ അങ്ങനെ ഒന്നുമില്ല, ഒറ്റ പരീക്ഷയുള്ളൂ. ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് പരീക്ഷ എഴുതാം. നെക്സ്റ്റ് ഇയർ എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റ് വരും. നമുക്ക് എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും അല്ല, അവിടെ തന്നെ എത്തണ്ടേ, ആ ഒരു റാങ്ക് ലിസ്റ്റിന് ജോലി കിട്ടുന്ന ആ പൊസിഷനിൽ തന്നെ എത്തണ്ടേ. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന, അപ്പോൾ ഇനിയുള്ള മുൻപോട്ടുള്ള ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്തവർ കാണും, അതിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കാണും അല്ലെ, പ്രിപ്പറേഷൻ തുടങ്ങാത്തവർ കാണും. അപ്പോൾ അവർക്ക് ആർക്കായാലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇനി മുൻപോട്ടുള്ള ജേർണിയിൽ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സ് എന്ത് ചെയ്യാം, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എല്ലാവരും എന്ത് ചെയ്യാം, നന്നായിട്ട് എന്ത് ചെയ്തോളൂ, പ്രിപ്പയർ ചെയ്തോളൂ. കാരണം എന്തേ ഉള്ളൂ, ഒറ്റ എക്സാമേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മുന്നോട്ടുള്ള നിങ്ങളുടെ ജേർണിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം സിലബസ് ആണ്. സിലബസ് അറിഞ്ഞുകൂടാതെ, അല്ലാതെ നമ്മൾ എന്താണ് ഒരു ബോധവും ഇല്ലാതെ പഠിക്കാന്നൊക്കെ പറയില്ല, അത് വാരി വലിച്ചുള്ള പഠനം, അതിനി എന്ത് ചെയ്യരുത്, നടത്തരുത്. കൃത്യമായിട്ട് നമുക്ക് VFAക്ക് നമ്മുടെ 10th മെയിൻസിന്റെ സിലബസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് എന്താ VFAയുടെയും സിലബസ്. സോ അതെന്ത് ചെയ്യുക, പഠിക്കുക നന്നായിട്ട്. എന്ത് ചെയ്യുക, സിലബസ് ബേസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, അതിൽ ഓരോരോ ടോപ്പിക്സും എന്ത് ചെയ്യണം, കവർ ചെയ്ത് മുന്നോട്ട് പോകണം. ഇപ്പോൾ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, മാത്സ്, മെന്റൽ എബിലിറ്റി, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, അങ്ങനെ ഓരോന്നിനും ഇന്ന മാത്സ് എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് എന്തുണ്ട്, സിലബസ് വരുന്നുണ്ട്. സോ ആ സിലബസ് കൃത്യമായിട്ട് പ്രിന്റ് എടുത്തിട്ട് ഓരോ ടോപ്പിക്സ് പഠിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ കവർ ചെയ്ത് പോവാം. അങ്ങനെ കവർ ചെയ്ത് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കാണും. ഞാൻ ഇനി അങ്ങനെ ഉള്ളവർ അങ്ങനെ തന്നെ പോയിക്കോളൂ. പക്ഷേ ഇനി കുറച്ചുകൂടി എന്ത് ചെയ്യണം, കാരണം ഇനി നമ്മളെ തിരുവനന്തപുരം ജില്ലയ്ക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, സെപ്റ്റംബർ 19 എന്താ എക്സാം വരുന്നത്. സോ ഇനി അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഇനി നടക്കാൻ സാധ്യതയില്ല. സോ നിങ്ങൾ ഇനി ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവർ ചെയ്യാനുള്ളത്, ഈ സിലബസിൽ തന്നെ എന്തുണ്ട്, കുറച്ച് ഹോട്ട് ടോപ്പിക്സുകൾ ഉണ്ട്. എന്തുണ്ട്, കുറച്ച് ഹോട്ട് ടോപ്പിക്സുകൾ ഉണ്ട്. ആ ഹോട്ട് ടോപ്പിക്സുകൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഒരു 50 ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, VFA എക്സാമിന് ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു 50 ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോ വെച്ചിട്ട് ഞാനൊരു അതായത് 50 ഹോട്ട് ടോപ്പിക്സ് വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടാൽ മതി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. അതിനകത്ത് നിങ്ങൾക്ക് അതിന്റെ PDF എന്ത് ചെയ്യും, കിട്ടും. സോ ആ ഒരു ഹോട്ട് ടോപ്പിക്സ് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ടൈം വളരെ കുറവാണ്. തിരുവനന്തപുരം ജില്ലയ്ക്കാണെങ്കിൽ സെപ്റ്റംബർ 19 എന്താ എക്സാം വരിക. സോ സിലബസ് ഇനി എടുത്ത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ കാര്യം നിങ്ങളെ സംബന്ധിച്ച് എന്തല്ല പോസിബിൾ. സോ ഒരു ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോ എന്ത് ചെയ്യുക, കാണുക. 50 ടോപ്പിക്സ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സിലബസിൽ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് തോന്നുന്ന അതേപോലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. അതേപോലെ എന്ത് ചെയ്യുക, ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അല്ലാത്തവർ സിലബസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, സിലബസ് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്താൽ മതി കേട്ടോ. പിന്നെ സ്റ്റഡി പ്ലാൻ, നിങ്ങൾക്ക് സിലബസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് തയ്യാറാക്കി വെച്ചിട്ടായിരിക്കും അവർ ആ സ്റ്റഡി പ്ലാൻ തന്നെ എന്ത് ചെയ്തോ, ഫോക്കസ് ചെയ്ത് വെച്ചോ. അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. ദെൻ അടുത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി പഠിച്ചു തുടങ്ങുന്നവരായാലും ശരി, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ ആ ഒരു ഫോളോ സിലബസും സ്റ്റഡി പ്ലാനൊക്കെ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായാലും ശരി, നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ട സാധനമാണ് മക്കളെ PYQ. ഇപ്പം നടന്ന 10th പ്രിലിംസിന്റെ എക്സാംസ് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാടാണ്. മുൻവർഷ ചോദ്യത്തിൽ നിന്ന്, മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇപ്പോൾ നടന്ന 10th പ്രിലിംസിനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2021 തൊട്ടിലെങ്കിലും, അല്ലെങ്കിൽ തൊട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതായത് ഇങ്ങ് വരെ 2026 നടന്നു വരെയുള്ള പ്രീവിയസ് ഇയർ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏതൊക്കെയാണ് അതിൽ കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു ടോപ്പിക്ക് എന്ത് ചെയ്താൽ മതി, കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തന്നെ കിട്ടുവാടാം. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, വർക്കൗട്ട് ചെയ്തിരിക്കണം. അതിൽ യാതൊരു കോംപ്രമൈസും കാണിക്കരുത്. ഒരു ദിവസം ഒന്നോ, കാരണം ഇപ്പോൾ എന്താണ് പഠിച്ചു തുടങ്ങാത്തൊരു 2 3 ഒക്കെ വെച്ച് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പോകാട്ടോ. വലിയ സമയമൊന്നും എടുക്കില്ല, വേഗം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ ആ ഒരു എന്താണ് കാറ്റഗറി എന്ത് ചെയ്യുക,
നല്ല രീതിയിൽ എന്ത് ചെയ്യുക കവർ ചെയ്യുക കേട്ടോ. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് PYQs നല്ല രീതിയിൽ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം. അത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത് മാത്സും ഇംഗ്ലീഷും മലയാളത്തിലേക്ക് കാര്യത്തിലാണ് കേട്ടോ. കാരണം മാത്സ് ഇംഗ്ലീഷും മലയാളം ഒരുപാട് PYQs റിപ്പീറ്റ് ചെയ്യാറുണ്ട്. സോ PYQs എന്ത് ചെയ്യണം നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. നന്നായിട്ട് PYQs എന്ത് ചെയ്യുക പഠിക്കുക. ദെൻ കറണ്ട് അഫേഴ്സിന്റെ കാര്യമാണ്. കറണ്ട് അഫേഴ്സ് 2021 തൊട്ട് 2026 വരെയുള്ള PYQs നന്നായിട്ട് പഠിക്കണം. അത് ഇപ്പോൾ കഴിഞ്ഞ 10th പ്രിലിംസിന്റെ ആയാലും അതേപോലെ +2 ലെവൽ, നിങ്ങൾ ഈ 10th ലെവലിന്റെ മാത്രം PYQs എന്ത് ചെയ്യാൻ നിൽക്കരുത്, പഠിച്ച് തീർക്കാനായിട്ട് നിൽക്കരുത്. അതായത് +2 ലെവൽ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം പഠിക്കണം. ഓക്കെ, 10th ലെവൽ ആയതുകൊണ്ട് ഞാൻ 10th ലെവലിന്റെ മാത്രമേ നോക്കുള്ളൂ എന്ന് പറയരുത്. +2 ലെവലിന്റെയും എന്ത് ചെയ്തിരിക്കണം നോക്കിയിരിക്കണം. കിട്ടുന്ന ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണോ അതൊക്കെ എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്തിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് എന്ത് ചെയ്യും വരുന്ന VFA എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ദെൻ കറണ്ട് അഫേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മക്കളെ കൂട്ടത്തിലെ കൊമ്പരെന്ന് വേണമെങ്കിൽ പറയാം. സിലബസ് അനലൈസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും അല്ലെ. സിലബസ് അനലൈസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. കറണ്ട് അഫേഴ്സ് പറഞ്ഞാൽ 20 മാർക്കിനാണ് എന്താ കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരിക. 20 മാർക്കിനാണ് ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിനാണ് എന്ത് ചെയ്യുക വരിക. സോ കറണ്ട് അഫേഴ്സ് പഠിക്കാൻ ഒന്നുകിൽ നിങ്ങൾ പഠിക്കുന്നവർ ചിലപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിച്ച് പോകുന്നുണ്ടായിരിക്കും. സോ അതിനേക്കാളും ഏറ്റവും അല്ലെങ്കിൽ മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഹോട്ട് ടോപ്പിക്സ് ഫോക്കസ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് പഠിക്കാനാണ്. ഹോട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ ഏതൊക്കെ ഹോട്ട് ടോപ്പിക്സ് പഠിക്കണം എന്നും വെച്ചിട്ട് ഞാൻ ഈ ഒരു ചാനൽ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. സോ അതൊന്നും എന്ത് ചെയ്താൽ മതി, എടുത്ത് നോക്കിയാൽ മതി. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിലെ സാഹിത്യ അവാർഡുകൾ കഴിഞ്ഞ 10th പ്രിലിംസിന് ചോദിച്ചില്ലേ, ഓടക്കുഴൽ അവാർഡ്, സാഹിത്യ അവാർഡുകൾ നിർബന്ധമായും പഠിക്കണം. കേരള മന്ത്രിസഭ പഠിക്കണം, നിയമനങ്ങൾ പഠിക്കണം, ISRO പഠിക്കണം. ഇങ്ങനെയുള്ള ഹോട്ട് ടോപ്പിക്സ് എന്ത് ചെയ്യുക മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം ഫോക്കസ് ചെയ്ത് പഠിച്ചിരിക്കണം. അത് നിങ്ങൾ ഒരുപാട് എന്ത് ചെയ്യും മാർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ കറണ്ട് അഫയേഴ്സ് ഒരിക്കലും വിട്ടുകളയരുത്. കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം എന്നൊക്കെ അറിഞ്ഞു കൺഫ്യൂസ് ആയിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ 20 മാർക്കിൽ നിങ്ങൾക്ക് കുറേ അധികം മാർക്ക് എന്ത് ചെയ്യും ഈ ഹോട്ട് ടോപ്പിക്സ് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ ഹോട്ട് ടോപ്പിക്സ് മറക്കണ്ട. നിയമനങ്ങൾ, അതേപോലെ ISRO ബേസ്ഡ് ആയിട്ടുള്ളത്, അതേപോലെ എന്താണ് കേരള മന്ത്രിസഭ നിർബന്ധമായിട്ടും അത് മണ്ഡലങ്ങൾ സഹിതം എന്ത് ചെയ്യുക പഠിക്കുക. ഓക്കെ, അതേപോലെ സാഹിത്യ അവാർഡുകൾ, നൊബേൽ സമ്മാനം, ഓക്കെ ISRO മിഷനുകൾ, അതൊക്കെ എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, അപ്പം കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ അടുത്തത് MEM എന്ന് ഞാൻ പറഞ്ഞത് അറിയാലോ അല്ലെ, മാത്സും ഇംഗ്ലീഷും മലയാളം. മാത്സും ഇംഗ്ലീഷും മലയാളത്തെയും കൂടി ചേർത്ത് എത്ര മാർക്കിനാണ് വരുന്നത്, 30 മാർക്കിനാണ് എന്താ MEM എന്ന് വരാം. ഇത് മാത്സും ഇംഗ്ലീഷും മലയാളം അല്ലെ. മാത്സ് മെന്റൽ എബിലിറ്റി 10, ഇംഗ്ലീഷ് 10, മലയാളം 10, ഇങ്ങനെ 30 മാർക്കിനാണ് എന്താ ഇവിടെ നിന്ന് വരാം. ഇതിന് കുറച്ച് മാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു PYQ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് കുറച്ച് മാർക്ക് എന്ത് ചെയ്യും തീർച്ചയായിട്ടും എന്ത് ചെയ്യും പഠിക്കാൻ പറ്റും. ഈ PYQ പ്രാക്ടീസ് അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്റ്റും കൂടെ ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ തക്കാളിയുടെ ഏതെങ്കിലും ഒരു സങ്കരയിനം ചോദിച്ചു, ഉദാഹരണത്തിന് ഒരു തക്കാളിയുടെ ഏതെങ്കിലും ഒരു സങ്കരയിനം ചോദിച്ചു. ഞാൻ സയൻസുമായിട്ട് ബേസ്ഡാണ് പറയുന്നത്. അപ്പം തക്കാളിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചെയ്യണം എല്ലാ സങ്കര ഇനങ്ങളും ഒന്ന് പഠിച്ചു വെക്കണം. അതാണ് ഞാൻ പറയുക കണക്റ്റഡ് ഫാക്ട് എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം എന്ന് മനസ്സിലായല്ലോ. അപ്പം MEM മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്ത് ചെയ്യുക ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട്, അതായത് ഒരു ദിവസം ഒരു 10ഓ 20ഓ ചോദ്യങ്ങൾ വെച്ചിട്ട് മാത്സും ഇംഗ്ലീഷും മലയാളവും എന്ത് ചെയ്യാനായിട്ട് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം മാത്സ് എടുത്താലും ഇംഗ്ലീഷ് എടുത്താലും മലയാളം എടുത്താലും ഓരോരോ ടോപ്പിക്കുകളാണല്ലോ. സോ ഓരോ ടോപ്പിക്കിലെയും 10ഓ 20ഓ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോവാം. മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫയേഴ്സിനെ പോലെ എന്ത് ചെയ്യരുത് അവോയ്ഡ് ചെയ്ത് കളയരുത് കേട്ടോ. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണത്. ഓക്കെ, സോ എന്ത് ചെയ്യുക മാത്സും മലയാളവും ഇംഗ്ലീഷും എന്ത് ചെയ്യുക നന്നായിട്ട് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഇനി മുന്നോട്ടുള്ള ദിവസം. അതേപോലെയാണ് മോക്ക് ടെസ്റ്റുകളും OMR. നമ്മൾ എപ്പോഴും പറയുന്ന പോലെയാണ് വെറുതെ പഠിച്ചു കളഞ്ഞിട്ട് കാര്യമില്ല. പഠിച്ചത് എന്ത് ചെയ്യണം നമുക്ക് ആ ഒരു എക്സാം ഹാളിൽ പോയി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാൻ പറയുന്നത് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പഠിക്കാൻ പറ്റുന്നത്. സോ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും അനലൈസ് ചെയ്യാൻ പറ്റും. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റിപ്പോയി എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത് ഡൗൺ ആയിട്ടിരിക്കരുത്. എന്തുകൊണ്ടാണ് തെറ്റിയത്, അല്ലെ ഞാൻ ഗസ് അടിച്ചതുകൊണ്ടാണോ തെറ്റിയത്, അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. എന്തോ ആ ഒരു അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഏരിയ കുറച്ചും കൂടി എന്താണ് ഡൗട്ട് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചത് എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തന്നെ മനസ്സിലാക്കിയിട്ട് ആ ഏരിയക്ക് അല്ലെങ്കിൽ ആ ഒരു ഏരിയക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും. സോ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യാം നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ഏതിൻ്റെ മോക്ക് ടെസ്റ്റുകളും ചെയ്യാം. കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റ് കിട്ടും. എല്ലാ സബ്ജക്റ്റിൻ്റെയും എന്ത് ചെയ്യും മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. സോ അതെന്ത് ചെയ്യാം കുറച്ച് സമയമല്ലേ ആവും മോക്ക് ടെസ്റ്റുകൾക്ക്. നന്നായിട്ട് എന്ത് ചെയ്യാം മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാം. ദെൻ OMR ചെയ്യാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ ബിഗിനേഴ്സ് കാണും അല്ലെ, ആദ്യമായിട്ട് PSC പരീക്ഷ എഴുതാൻ പോകുന്നവർ കാണും. സോ അവർക്കൊക്കെ ബബ്ലിങ് അല്ലെ OMR എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ബബ്ലിങ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, ബബിൾ ചെയ്ത് അങ്ങനെ ശീലമില്ലാത്തവരായിരിക്കും. സോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് OMR ഷീറ്റുകൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. സോ അങ്ങനെ OMR ഷീറ്റുകൾ മേടിച്ചിട്ട് ഒരു 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വയ്ക്കുക. ഒരു 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് 100 മാർക്കിന്റെ ഒരു OMR ഷീറ്റും എടുത്ത് വയ്ക്കുക. നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം A ആണോ B ആണോ C ആണോ D ആണോ D ആണ് ഉത്തരം. അവിടെ കറക്റ്റ് ആയിട്ട് ആ ഒരു റൂൾ അനുസരിച്ച് എന്ത് ചെയ്യണം ബബിൾ ചെയ്യണം. അതായത് ആ ഒരു കോളത്തിന്റെ വെളിയിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല പോകാൻ പറ്റില്ല. അതേപോലെ ഹാഫ് ആയിട്ട് ബബിൾ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റില്ല മാർക്ക് കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള റൂൾസ് ഉണ്ട്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക ബിഗിനേഴ്സ് കൃത്യമായിട്ട് ഓൾറെഡി എഴുതുന്നവർക്ക് മനസ്സിലാവും, പക്ഷേ ബിഗിനേഴ്സ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആ ഒരു OMR ബബിൾ ചെയ്യുന്ന രീതി കേട്ടോ. കുറച്ച് മാത്രം ബബിൾ ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യില്ല അത് വാലുവേറ്റ് ചെയ്യില്ല. അതേപോലെ ബബിൾ ചെയ്യുന്നത് പുറത്ത് പോയാലും അങ്ങനെയൊക്കെയുള്ള റൂൾസ് ഉണ്ട് OMR ബബിളിംഗിൽ. സോ അതൊക്കെ എന്ത് ചെയ്യാൻ അതൊക്കെ ഒന്ന് മാറ്റി അതാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് OMR കൃത്യമായിട്ട് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും അതങ്ങ് കൃത്യമായിട്ട് പരിഹരിക്കാൻ പറ്റും
അല്ലെ, ഞാൻ തുടക്കക്കാരോടാണ് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് റിവിഷൻ എന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകാത്തതാണ് നല്ലത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു, പക്ഷെ ഈ ഒരു കാര്യം മാത്രം പ്രോപ്പർ ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് ഞാൻ പഠിച്ച സ്ഥലത്ത് എന്ത് ചെയ്യില്ല, എനിക്ക് ഓർമ്മ വന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അതും ഇതുമായിട്ട് കൺഫ്യൂഷൻ ആയിപ്പോയി, 50-50 ചാൻസേ ഉള്ളൂ, അത് ഞാൻ നെഗറ്റീവ് ആക്കിയിട്ടൊക്കെ വന്നു എന്ന് നിങ്ങൾ പറയും. പക്ഷേ ഇത് കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ റിവിഷൻ എന്ന് പറയുന്ന സാധനം. റിവിഷൻ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, ഹിസ്റ്ററി ആണെങ്കിലും, നിങ്ങൾക്ക് എത്ര എളുപ്പമുള്ള സബ്ജക്റ്റ് ആണെങ്കിലും എന്ത് ചെയ്യണം, അത് തീർച്ചയായിട്ടും എല്ലാ സബ്ജക്റ്റും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം പഠിച്ചിട്ട് അടുത്ത ദിവസം നിങ്ങൾ പുതിയൊരു സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കാം. ആ സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, തലേ ദിവസം ആ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ദിവസം റിവിഷനായിട്ട് മാറ്റി വയ്ക്കാം. എങ്ങനെയൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യുക, റിവിഷന് കൃത്യമായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠനം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി ഹാൾ, ആ ഒരു എക്സാം ഹാൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പഠിച്ച രീതിയിലുള്ള കാര്യങ്ങളൊന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കൺഫ്യൂഷനും ടെൻഷൻസ് ഒക്കെ വരും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്താ, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള ദിവസങ്ങളിലാണ്. ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഈ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് അവരെ സംബന്ധിച്ചാണ് എക്സാം എന്ന് വരുന്നത് സെപ്റ്റംബർ 19 വരുന്നത്. സോ ബാക്കിയുള്ളവരാരും ഇങ്ങനെ നമുക്ക് എക്സാം ഒക്ടോബറിലല്ലേ, അല്ലെങ്കിൽ നമുക്ക് എക്സാം ഒക്ടോബർ 31 അല്ലേ, നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. സമയമൊക്കെ പെട്ടെന്ന് പോകും. ഓക്കെ, സോ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഇനിയും എന്താ ടൈം ഉണ്ട് എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുതാ, ഇരിക്കരുതാ. കാരണം എന്താണ്, ഒറ്റ പരീക്ഷയുള്ളൂ അല്ലെ, ഇത് ക്രാക്ക് ചെയ്താൽ എന്ത് ചെയ്യാം, ലൈഫ് അങ്ങ് സേവ് ആവും. ഓക്കെ, സോ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇനി ടൈം ഉണ്ടെന്ന് വിചാരിച്ചിരിക്കാതെ നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. അപ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. PYQs എന്ത് ചെയ്യണം, കൃത്യമായിട്ട് റെഫർ ചെയ്തിരിക്കണം. ഓക്കെ, 2021 തൊട്ടുള്ള എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ദെൻ കറണ്ട് അഫേഴ്സിന്റെ കാര്യം, കറണ്ട് അഫേഴ്സ് അറിയാലോ, 20 മാർക്കിനാണ് എന്താ കറണ്ട് അഫേഴ്സ് വരുന്നത്. ദെൻ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന്റെ കാര്യം പറഞ്ഞു. ദെൻ മോക്ക് ടെസ്റ്റ്, OMR, ദെൻ എന്താണ്, റിവിഷൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്താ ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള ജേർണിയിൽ എന്ത് ചെയ്യേണ്ടതാ, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ VFA എന്ന് പറയുന്ന എക്സാം അല്ലെ, ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്ന എക്സാം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് താഴെ അറിയിക്കുക. അതേപോലെ ഇത്തരം വീഡിയോസിനായിട്ട് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ചാനലും ഫോളോ ചെയ്യുക. സോ ഇതേപോലെ തന്നെ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു എക്സാമിന് യൂസ്ഫുൾ ആകും എന്നൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഗൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഗൈഡ് ചെയ്യാനായിട്ട് ഒരു മെന്ററും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നില്ല അല്ലേ. എൻ്റെ തെറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ എനിക്ക് കുറച്ചും കൂടി മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ ഒരു മെന്ററും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയനെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ VFA ബാച്ചിൽ എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 999 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും, കോൺടാക്ട് ചെയ്യും. സോ നമുക്ക് ഇത്തരം വീഡിയോസുമായിട്ട് വീണ്ടും വരാം. സോ അതിനായിട്ട് സൂപ്പർ നോട്ട്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം.